ഞാൻ എന്റെ ഒരു പിന്തുണ നേരത്തെ പറഞ്ഞ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു പിന്തുണ ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനത്തിലെത്തേണ്ടത്. പ്രതിപക്ഷത്തിന്റെ കൂടെ അല്ല, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരുണ്ട്, രണ്ട് സ്വതന്ത്ര ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം. ഞാനിപ്പോ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ രാധാകൃഷ്ണൻ പുള്ളി ഒരു സ്വതന്ത്ര നിലപാടിലെടുത്താണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ തിരുവനന്തപുരത്ത് ആര് വാഴും ആര് വീഴും എന്നുള്ള കാര്യത്തിന് തീരുമാനമായിരിക്കുന്നു. പക്ഷേ മേയർ സ്ഥാനത്ത് ആരായിരിക്കും വാഴുക, അതൊരു സസ്പെൻസായി തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. ചരിത്ര വിജയം കുറിച്ച തിരുവനന്തപുരത്തെ അനന്തപുരിയുടെ മണ്ണിൽ കോർപ്പറേഷനിൽ BJPയുടെ ആദ്യ മേയർ ആരായിരിക്കും, അതൊരു വനിതാ മേയർ ആയിരിക്കുമോ എന്നുള്ള ആകാംക്ഷയ്ക്ക് ഉടൻ തന്നെ അന്ത്യമാകും. BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്, മുൻ DGP R ശ്രീലേഖ, കരമന അജിത്ത് എന്നിവരുടെ പേരുകൾക്ക് മുൻതൂക്കം ലഭിക്കുന്നെങ്കിലും അന്തിമ പട്ടികയിൽ ഒരു സർപ്രൈസ് ഉളവാക്കുന്ന പേര് കൂടി ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. അത് തള്ളിക്കളയേണ്ടതില്ല എന്ന സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നൽകിയിരുന്നു. VV രാജേഷിന്റെ സംഘടനാ മികവോ R ശ്രീലേഖയുടെ ഭരണപരിചയമോ അതോ പുതിയ മറ്റൊരു മുഖമോ നഗരഭരണത്തിന് ചുക്കാൻ പിടിക്കാനായി എത്തിച്ചേരുന്നത്? ഉറ്റുനോക്കുന്നു തലസ്ഥാന നിവാസികളും അതുപോലെ കേരളവും. സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളുടെ പച്ചക്കൊടി കിട്ടിയ സാഹചര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണമാർക്കെന്ന ചോദ്യം ഉയരാറുണ്ട്. ഇത്തവണ നിരവധി മേഖലകളിൽ തന്നെയാണ്, തദ്ദേശ സ്ഥാപനങ്ങളിൽ തന്നെയാണ് അത്തരത്തിൽ മറ്റുള്ള സ്വതന്ത്രരുടെയും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളുടെയും സഹായത്തോടുകൂടി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഘട്ടത്തിൽ മുൻപന്തിയിലെത്തുന്നത് സ്വതന്ത്രർ തന്നെ ആയിരിക്കും. ചിലപ്പോൾ അധ്യക്ഷ സ്ഥാനം പോലും അവരുടെ കൈവശമായേക്കും. സ്വതന്ത്രന്റെ മുഖം വാടാതെ നോക്കേണ്ടതാകട്ടെ കൂടെ കൂട്ടുന്ന ആ മുന്നണിയുടെ ഉത്തരവാദിത്തമായിരിക്കും. ഇത്രയും സ്വതന്ത്രമായ തദ്ദേശ സ്ഥാപനങ്ങൾ ഏറെയുണ്ട്. തിരുവനന്തപുരം നഗരം തന്നെ അതിന് ഉദാഹരണമാണ്. കോർപ്പറേഷനിലെ 101 സീറ്റിൽ 50 സീറ്റാണ് BJP നേടിയിരിക്കുന്നത്. കേവല ഭൂരിപക്ഷം നേടിയിട്ടില്ല. 51 ആവശ്യമായിട്ടുള്ളത്. വിഴിഞ്ഞം വാർഡിലാകട്ടെ തിരഞ്ഞെടുപ്പ് ഇനി നടക്കാനുമുണ്ട്. എന്നിരുന്നാൽ പോലും BJPക്ക് ഒട്ടും തന്നെ പ്രതീക്ഷയുള്ള വാർഡല്ല അതെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ജയിച്ച 2 സ്വതന്ത്രന്മാരുണ്ട്. ഒന്ന് കോൺഗ്രസ് വിമതൻ, മറ്റൊരാളെ അല്ലാതെ തന്നെ കൂടെ കൂട്ടാൻ സാധിക്കുമെന്ന പ്രതീക്ഷ BJPക്ക് ഉണ്ടായിരുന്നു. ഈ 2 സ്വതന്ത്രരെ ഒപ്പം കൂട്ടി കേവല ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ളൊരു ശ്രമത്തിലേക്ക് BJP നേരത്തെ കടന്നിരുന്നു. മേയർ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടത് വലത് മുന്നണികൾ ഒരുമിക്കാത്തത് കൊണ്ട് തന്നെ ഭരണത്തിലെത്താൻ കഴിയും. തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം സ്വതന്ത്രന്മാർ നിർണായകമായ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇവരുടെ പിന്തുണ ഉറപ്പാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് മുന്നണികൾ പലയിടത്തും. ഈ അവസരം മുതലാക്കി ഇരുവരും വിലപേശാനുള്ള സാധ്യതയും ഏറെ മുന്നിൽ കാണുന്നുണ്ട്. തുടർന്നുള്ള കൗൺസിൽ യോഗങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ ഈ സ്വതന്ത്രരുടെ തന്നെ പിന്തുണ അനിവാര്യമാണ്, ആവശ്യമാണ്. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് BJP നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്വതന്ത്രരുടെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ കൂടി കണ്ടതിന് ശേഷം വിശദമായ വാർത്തയിലേക്ക് കടക്കാം. അങ്ങനെ പലരും വിളിക്കുകയും സംസാരിക്കുകയും അഭിനന്ദിക്കുകയും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് പറയുകയൊക്കെ ചെയ്തു എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒന്നും നടന്നിട്ടില്ല. ഒരു ടോപ്പില്ല വരുന്നത്. തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പാസ്സാക്കി എടുക്കുന്നതൊക്കെ അല്ലേ, അത് പ്രശ്നാധിഷ്ഠിതമായ തീരുമാനമുള്ളൂ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തെയും കുറ്റം പറയുകയില്ല. കഴിഞ്ഞ നഗരസഭാ കൗൺസിലിന്റെ വൻ പരാജയം, ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ മുമ്പിൽ വന്നല്ലോ. അതുകൊണ്ടാണല്ലോ ആളുകൾ അങ്ങനെ പ്രതികരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള വികാരം വോട്ടുകളായി എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് എന്നാണ് പരിശോധിക്കുന്നത്. അതൊക്കെ ഞാൻ പഠിക്കേണ്ടത് വിലയിരുത്തുന്നത് അത് പാർട്ടികളും മുന്നണികളും നടത്തിക്കൊണ്ട്. ഞാൻ പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്ക് ഒരു വാർഡിനെ പ്രതികരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് മൊത്തം കാര്യങ്ങളുടെ ഒരു വിലയിരുത്തൽ അഭിപ്രായപ്രകടനം നടക്കില്ല. ഞാൻ പറഞ്ഞത് നഗരത്തിന്റെ മുഖച്ഛായ മാറണം, അതോടൊപ്പം എന്റെ വാർഡിന്റെ കാര്യത്തിൽ പോസിറ്റീവായ നിലപാട് വേണം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ എന്റെ ഒരു പിന്തുണ നേരത്തെ പറഞ്ഞ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു പിന്തുണ ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനത്തിലെത്തേണ്ടത്. പ്രതിപക്ഷത്തിന്റെ കൂടെ അല്ല, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരുണ്ട്, രണ്ട് സ്വതന്ത്ര ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം. ഞാനിപ്പോ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ രാധാകൃഷ്ണൻ പുള്ളി ഒരു സ്വതന്ത്ര നിലപാടിലെടുത്താണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. NDAക്കും LDFനും UDFനും പിന്തുണ നൽകണ്ട, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക എന്നുള്ള ഒരു തീരുമാനമാണ്. അത് നിൽക്കുക, ഭാവിയിൽ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണോ വരുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ വരുമല്ലോ, ആ തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എടുത്ത നിലപാട്. ഇതിനിടയിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറെ തീരുമാനിക്കാനുള്ള ചർച്ചകൾക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രധാന കേന്ദ്ര നേതാക്കളുമായി കൂടിയാലോചന നടത്തിയ ശേഷം അന്തിമ പട്ടിക തയ്യാറാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡൽഹിയിലെത്തിയ BJP
കേന്ദ്ര നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖർ ചർച്ച നടത്തിയെന്നും ആ തീരുമാനത്തെ കേരളത്തെ അറിയിക്കാനായി എത്തിയിരിക്കുന്നുവെന്നുള്ള സൂചനകളുമാണ് BJP വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. തുടക്കത്തിൽ മേയർ സ്ഥാനത്തേക്ക് മുൻ DGP R ശ്രീലേഖയ്ക്ക് സാധ്യതയെന്ന് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ സൂചന കിട്ടിയിരുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കാകട്ടെ ആശാനാഥിനെയും പരിഗണിക്കുമെന്നാണ് സൂചനയുള്ളത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനം വനിതാ സംവരണമായതുകൊണ്ട് കരുത്തുറ്റ ഒരു സ്ത്രീ വനിതാ നേതാവ് തന്നെ ആയിരിക്കും ഒരുപക്ഷേ മുൻ DGP R ശ്രീലേഖ, അതല്ലെങ്കിൽ രണ്ടാം സ്ഥാനം ആശാനാഥ് എന്ന രീതിയിൽ തന്നെയാണ് ചില പ്രവചനങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് BJPക്ക് രാഷ്ട്രീയപരമായി വലിയ തോതിൽ ഒരു മേൽക്കൈ കിട്ടും എന്ന വിലയിരുത്തലിലേക്ക് കടക്കുന്നുണ്ട്. കാരണം സ്ത്രീകളെ നേതൃസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള BJPയുടെ പ്രതിജ്ഞാബദ്ധമായി അവരുടെ കർത്തവ്യമായി ഉയർത്തിക്കാട്ടാൻ ഈ തിരഞ്ഞെടുപ്പിനെ ഈ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തെ വിനിയോഗിക്കാൻ കഴിയുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ട പേരുകളിൽ മുൻ ജില്ലാ പ്രസിഡന്റ് VV രാജേഷിൻ്റേതുമുണ്ട്. രാജേഷിനും തുല്യ പരിഗണന തന്നെയാണ് ലഭിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനം വനിതാ സംവരണമായതുകൊണ്ട് രാജേഷിനെ അത്തരത്തിൽ പരിഗണിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ പരിഗണിക്കണമെങ്കിൽ അത് മേയർ സ്ഥാനത്തേക്ക് തന്നെ ആയിരിക്കും. അതല്ലെങ്കിൽ BJPയുടെ പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും സ്ഥാനമോ ചുമതലയോ ഒക്കെ നൽകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തുടക്കത്തിൽ ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയർ ആക്കുന്നത് പരിഗണിച്ചിരുന്നു. എന്നാൽ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികളിൽ സ്ത്രീകളെ നിയമിച്ചാൽ, 2 പോസ്റ്റുകളിലും സ്ത്രീകളെ തന്നെ നിയമിച്ചാൽ നാരീശക്തിയുടെ മാതൃകയായി BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാറാൻ സാധിക്കും. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥയെ കേരളത്തിലെ തിരുവനന്തപുരത്തെ ആദ്യ BJP വനിതാ മേയറായി തിരഞ്ഞെടുക്കുക വഴി അഴിമതിക്കെതിരായ ശക്തമായൊരു സന്ദേശം നൽകാൻ BJPക്ക് കഴിയും, പാർട്ടിക്ക് സാധിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. മേയറായിരുന്ന V ശിവൻകുട്ടിയുടെയും പിന്നീട് ശിവൻകുട്ടിയുടെ നോമിനിയായി എത്തിയ ആര്യ രാജേന്ദ്രൻ്റെയും കാലഘട്ടത്തിലെ അഴിമതികളൊക്കെ തന്നെ ഓരോന്നായി പുറത്തു കൊണ്ടുവരുമെന്ന് BJP നേതാക്കൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ശ്രീലേഖയുടെ ഈ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുതിർന്ന നേതാവായിട്ടുള്ള VV രാജേഷിനും അതുപോലെ തന്നെ ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രമംഗലത്തെ തന്നെ മുൻ കൗൺസിലറായിട്ടുള്ള 2 തവണ വിജയിച്ചു കയറിയ മധുസൂദനൻ നായർക്കും വളരെ സുപ്രധാനമായ ചില ഉത്തരവാദിത്തങ്ങൾ, സ്ഥാനമാനങ്ങൾ നൽകിയേക്കുമെന്ന സൂചനയും കിട്ടുന്നുണ്ട്. ശ്രീലേഖയുടെ വിജയത്തിൻ്റെ അടിത്തറ തന്നെ ഇത്തവണ ശബരിനാഥിനൊപ്പം എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച, കവടിയാറിൽ മത്സരിച്ച മധുസൂദനൻ നായർക്കാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഇവരും എടുത്തു പറഞ്ഞതാണ്. ശ്രീലേഖ അടക്കം ആ സംഭാവന ചൂണ്ടിക്കാട്ടിയതാണ്. അതുകൊണ്ട് പാർട്ടി നേതൃത്വം അതിനെക്കുറിച്ചുകൂടി പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. തലസ്ഥാനത്തെ ഈ സ്ഥിതിഗതികളൊക്കെ തന്നെ BJP കേന്ദ്ര നേതൃത്വം അതീവ ജാഗ്രതയോടെ ഗൗരവത്തോടെ കാണുന്നുവെന്നുള്ളതാണ് അന്നേ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉയർന്നുവെന്ന ആ പോസ്റ്റിലൂടെ മനസ്സിലാക്കേണ്ടത്. തിരുവനന്തപുരത്തെ മേയർ പദവി രാജ്യമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാക്കി മാറ്റാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. അതിലൂടെ കേരളത്തിൽ വലിയ തോതിൽ അക്കൗണ്ടുകൾ തുറക്കാനുള്ള ഒരു വലിയ ലക്ഷ്യമാണ് മുന്നിൽ കണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അത് വലിയ ബൂസ്റ്റ് നൽകുമെന്നാണ് BJP കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്, കണക്ക് കൂട്ടുന്നത്. എന്തായിരുന്നാലും പച്ചക്കൊടി കിട്ടിയാൽ ഉടൻ തന്നെ ആ പ്രഖ്യാപനം പരസ്യമാകും. ഇതോടൊപ്പം തന്നെ തൃശ്ശൂരിലും മറ്റു മേഖലകളിലുമൊക്കെ പാർട്ടിക്ക് എന്താണ് തിരിച്ചടി സംഭവിച്ചത്, എവിടെയൊക്കെയാണ് പാളിച്ചകൾ ഉണ്ടായത്, അതൊക്കെ വിശദമായി തന്നെ അവലോകനം ചെയ്യാനാണ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും 2 സ്വതന്ത്ര അംഗങ്ങളുടെ നിലപാടും ഈ കോർപ്പറേഷൻ ഭരണത്തിൽ നിർണായകം തന്നെയാണ്. നിലവിൽ ആർക്കൊപ്പവും നിൽക്കുന്നില്ല എന്ന് പരസ്യമായി പറയുന്നെങ്കിൽ പോലും LDFിനൊപ്പം പോകാൻ ഇരുവരും തയ്യാറല്ല. UDFിനൊപ്പവും സമാനമായി പോകാനുള്ള തയ്യാറെടുപ്പ് ഒന്നും തന്നെ ഉണ്ടാകില്ല. അവർ നിൽക്കുന്നെങ്കിൽ അനുകൂലമായി BJPക്കൊപ്പം തന്നെയാണ് അവരുടെ മനസ്സെന്ന കാര്യത്തിൽ സംശയമില്ല. ഭൂരിപക്ഷത്തിന് 1 സീറ്റിന്റെ കുറവുണ്ടെങ്കിലും അത് ഭരണത്തെ ബാധിക്കില്ല എന്ന അമിത ആത്മവിശ്വാസം തന്നെ BJP കൈമുതലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മേയർ ആരാകും എന്നതിൽ സസ്പെൻസ് തുടരട്ടെ എന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവേദ്കറും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചത്. പാർട്ടി കീഴ്ഘടകങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ പരിഗണിച്ചൊരു അന്തിമ തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ കടന്നേക്കും. 2 സ്വതന്ത്ര അംഗങ്ങളുടെയും നിലപാട് BJP ഭരണത്തിൽ ഏറെ നിർണായകമായിരിക്കുമെന്ന് വേണം കരുതാൻ. ഇടതുമുന്നണിയുടെ 4.5 പതിറ്റാണ്ട് നീണ്ട ഭരണാധിപത്യത്തെ തച്ചു തകർത്തു തന്നെയാണ് BJP അധികാരത്തിലേക്ക് എത്തിയത്, വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി. സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം വലിയ ആവേശത്തോടെ BJP കൗൺസിലർമാർ എത്തിയത് നമ്മളേവരും കണ്ടതായിരുന്നു. എന്നാൽ മറുഭാഗത്ത് ഭരണപക്ഷത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പ് പ്രതിപക്ഷ നിര കൈക്കൊണ്ടിരിക്കുന്നു. മേയർ സ്ഥാനത്തേക്ക് പുന്നക്കാമുകൾ കൗൺസിലറും ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള RP ശിവജിയാണ് CPM സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാർലമെന്ററി പാർട്ടി ലീഡറായി SP ദീപകിനെയും പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായി മുൻ മേയർ ശ്രീകുമാറിനെയുമാണ് CPM ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുത്തത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രിയദർശിനിയെയും വൈസ് പ്രസിഡന്റായി BP മുരളിയെയും തീരുമാനിച്ചിട്ടുണ്ട്. കോർപ്പറേഷനിൽ ഒറ്റയ്ക്ക് ഭരണം നേടാനുള്ള അംഗബലമില്ലെങ്കിൽ പോലും
മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തന്നെയാണ് UDF തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി KS ശബരിനാഥൻ മത്സരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മേരി പുഷ്പവും UDF സ്ഥാനാർത്ഥിയായി മത്സര നിരയിലുണ്ടാകും. UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. BJPയുടെ ഭരണത്തെ ക്രിയാത്മകമായി പ്രതിരോധിക്കുമെന്നും നഗരസഭയിൽ ശക്തമായൊരു പ്രതിപക്ഷ നിരയായി തങ്ങൾ നിലകൊള്ളുമെന്നും ഇരു മുന്നണികളും ഒരുപോലെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.